നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സ്, അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ഏത് കോഴ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയും ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു ഹയർ പ്രോഗ്രാം, അതും ഒരു നല്ല സ്പെഷ്യലൈസേഷൻ, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒട്ടനവധി ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സൈബർ സെക്യൂരിറ്റി പോലെ ഉള്ള ഏരിയാസ്, അല്ലെങ്കിൽ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് പോലുള്ള പ്രോഗ്രാം. ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിൽ ഒരു സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കരിയറിലേക്ക് ഉയരാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോഗ്രാം സ്വകാര്യ സ്ഥാപനങ്ങൾ പലതും ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഒന്നും ഒരു സർട്ടിഫിക്കേഷനുകൾക്ക് ഒരുപക്ഷെ വാലിഡിറ്റി ഇല്ല. നിങ്ങളൊരുപക്ഷെ നല്ല രീതിയിൽ അത് പഠിച്ചെടുത്തേക്കാം, പക്ഷേ ആ സർട്ടിഫിക്കേഷനുകൾക്കൊന്നും പലപ്പോഴും വാലിഡിറ്റി ഇല്ല. എന്നാൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനം, ഒരു സെൻട്രൽ ഗവൺമെൻറ് മാനേജ്ഡ് ആയിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനം, അവർ നൽകുന്ന ഒരു PG ഡിപ്ലോമ, അതും വളരെ കൃത്യമായി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തീരുന്ന രീതിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് പോലെയുള്ള പ്രോഗ്രാമുകൾ, സൈബർ സെക്യൂരിറ്റി പോലെയുള്ള പ്രോഗ്രാമുകൾ, അതിൽ ഒരു സ്പെഷ്യലൈസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ CDAC എന്നുള്ള സംഭവം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് കീഴിൽ അല്ലെങ്കിൽ നേരിട്ടുള്ള കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് CDAC എന്ന് പറയുന്നത്. അപ്പോൾ CDACനെ സംബന്ധിച്ച് അവർ ഇന്ത്യയിലെമ്പാടുമായി അവർക്ക് ഒട്ടനവധി സെൻറ്റേഴ്സ് ഉണ്ട്. ഏതാണ്ട് 17 സെൻറ്റേഴ്സ് അവർക്കുണ്ട്. അതിൽ തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്, അതുപോലെ കോഴിക്കോടുമുണ്ട്. അപ്പോൾ തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഉൾപ്പെടെ ഇന്ത്യയിലെമ്പാടുമുള്ള 10-17 സെൻറ്റേഴ്സ് ഉള്ളതിൽ എല്ലായിടത്തും അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രൈമറിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാറ്റഗറി BTech ആണ്. അതായത് BTech കമ്പ്യൂട്ടർ സയൻസ്, BTech IT, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള, BTech ഇൻസ്ട്രുമെൻറ്റേഷൻ പോലെ ഒട്ടനവധി BTech പ്രോഗ്രാംസ്. അവരുടെ നോട്ടിഫിക്കേഷൻ നോക്കി ഏതൊക്കെ BTech പ്രോഗ്രാംസ് ആണ് അതിൽ വരുന്നതെന്നുള്ളത് പ്രത്യേകം ഒന്ന് കണ്ടുപിടിക്കുക ായിട്ട് ശ്രമിക്കുക. അപ്പോൾ BTech പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യാം, അല്ലെ BTech കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ MS പ്രോഗ്രാംസ്, മാസ്റ്റർ ഓഫ് സയൻസ് പ്രോഗ്രാംസ് അവർക്ക് അപ്ലൈ ചെയ്യാം. MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. MCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് കൂടാതെ ഒരുപിടി മറ്റ് കോഴ്സുകൾ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ഇടാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏതൊക്കെ കോഴ്സുകളുടെ ലിസ്റ്റ് ഞാൻ ഇടാം. അതുകൂടാതെ അവരുടെ നോട്ടിഫിക്കേഷനിലൂടെ കയറി ഒന്ന് മനസ്സിലാക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പോൾ ഏതായാലും ഗ്രാജുവേഷൻ ലെവലിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഗ്രാജുവേഷൻസ്, അല്ലെങ്കിൽ MCA, MS പോലെയുള്ള, MSc പോലെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻസ്, ഇത് ചെയ്തവർക്കുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമാണ് ഇവരെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികൾ പലതും അവർ ഡെലിവർ ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി. ഏജ് ലിമിറ്റ് ഇല്ല. അതായത് നിങ്ങൾ PG കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞവരാണെങ്കിലും, അല്ലെങ്കിൽ BTech കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞവരാണെങ്കിലും, നിങ്ങൾക്കൊരു PG ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് പ്രശ്നമില്ലാതെ ഇതിൽ അപ്ലൈ ചെയ്യാം. ഇത് ഏതാണ്ട് 24 ആഴ്ച ദൈർഘ്യമുള്ള ഫുൾ ടൈം പ്രോഗ്രാമാണ്. അത് പ്രത്യേകം ഓർക്കുക. 24 വീക്സ് ആണ് ദൈർഘ്യം. അത് ഫുൾ ടൈം പ്രോഗ്രാമാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടുമാണ് കേരളത്തിൽ സെൻറ്റേഴ്സ് ഉള്ളത്. ഈ പല സെൻറ്റേഴ്സിലും പല പ്രോഗ്രാമുകളാണുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ സെൻറ്റേഴ്സിലാണുള്ളത് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അതനുസരിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആണ് വേണ്ടത് എങ്കിൽ അത് ഉള്ള സെൻറ്റർ ഏതാണെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനെന്നുള്ളത് പ്രത്യേകം ഒന്ന് ഓർക്കുക. അപ്പോൾ ഈ 24 വീക്സ് എന്ന് പറഞ്ഞാൽ അവരത് 900 hours, 900 മണിക്കൂറുകളായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 900 hours ട്രെയിനിങ് ഉണ്ടാവും. അത് 24 ആഴ്ചയായിട്ടായിരിക്കും. അതും ഫുൾ ടൈം മോഡിലായിരിക്കും ഇത് ഓഫർ ചെയ്യുക. ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. പിന്നെ അടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഈ PG ഡിപ്ലോമ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് എന്നുള്ളത് ഞാനൊന്ന് പറയാം. അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഡൊമൈനുണ്ട്. അത് നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് BTech ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ടെക്നോളജീസ് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു നിങ്ങളെ എക്യുപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഈ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം.
അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ടെക്നോളജിയാണ് ബിഗ് ഡേറ്റ. നമുക്കറിയാം അല്ലേ? കാരണം കമ്പ്യൂട്ടർ സയൻസ്, MCA അല്ലെങ്കിൽ BTech പല പുതിയ ക്യാമ്പസുകൾ അല്ലെങ്കിൽ ഓട്ടോണമസ് ആയിട്ടുള്ള ക്യാമ്പസുകളിലൊക്കെ അവരുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് അവർ ബിഗ് ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ആ ബിഗ് ഡേറ്റ ഒന്നും ഇൻക്ലൂഡഡ് സിലബസ് അല്ല പഠിച്ചതെങ്കിൽ അത്തരത്തിലുള്ളൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. എന്നാൽ കമ്പനികൾ ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബിഗ് ഡേറ്റ അനലിറ്റിക്സ് ആണ് വേറെ ഒരു സ്പെഷ്യലൈസേഷൻ ഇവർ ഓഫർ ചെയ്യുന്നത്. അതും ഒരു എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയും. മൂന്നാമത് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഫോറൻസിക്സ്. അപ്പോൾ ഈ സൈബർ ഫോറൻസിക്സ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ആധുനിക കാലഘട്ടത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനായി മുൻകാലങ്ങളിൽ ഫോറൻസിക് സയൻസ്, അതായത് കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ആയി ബന്ധപ്പെട്ട ഫോറൻസിക് സയൻസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് രക്തം അല്ലെങ്കിൽ DNA ട്രേസിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതല്ല, സൈബർ ഫോറൻസിക്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഫോറൻസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ IMEI നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മാക് ബൈൻഡിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആക്സസ് അല്ലെങ്കിൽ നമ്മളുടെ കുക്കീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കി നമ്മളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിനുള്ള ഒരു ശാസ്ത്ര വിഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഡൊമൈനാണ് ഈ സൈബർ ഫോറൻസിക്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഫോറൻസിക്സ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ. അപ്പോൾ ഇത് വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഈ കുറ്റാന്വേഷണ മേഖലകളിലൊക്കെ, ക്രൈം ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ അവരുടെ എന്താ പറയുക ഈ ലോ എൻഫോഴ്സിങ് അതോറിറ്റീസിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സൈബർ ഫോറൻസിക് മേഖല അല്ലെങ്കിൽ ഫോറൻസിക്സ് റിലേറ്റഡ് ടു സൈബർ സെക്യൂരിറ്റി എന്നുള്ള മേഖല. അപ്പോൾ ഇതൊരു സ്പെഷ്യലൈസേഷനാണ്, വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. നിങ്ങളിത് ഇത്തരം ഒരു പ്രോഗ്രാം സെർച്ച് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. മൂന്നാമത്തെ ഒരു ഏരിയ അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം പ്രോഗ്രാമിംഗ്. ഇപ്പോൾ ഈ നമ്മുടെ രാജ്യസുരക്ഷയുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒട്ടനവധി ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ സ്പൈ എയർക്രാഫ്റ്റ്സ് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ കേൾക്കാറുണ്ട്. അതല്ലെങ്കിൽ സർവൈലൻസ് എയർക്രാഫ്റ്റ്സ്. ഒരു പ്രദേശത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അൺലോഫുൾ ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ എന്നൊക്കെ ട്രേസ് ചെയ്യാൻ വേണ്ടി മാൻഡ് എയർക്രാഫ്റ്റ് അല്ലാതെ ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ സ്വന്തമായി ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ, അതിനെയാണ് അൺമാൻഡ് എയർക്രാഫ്റ്റുകൾ എന്ന് വിളിക്കുക. അപ്പം ഈ അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം പ്രോഗ്രാമിംഗ്, അപ്പോൾ ഇതിന് ഒരു വലിയ സോഫ്റ്റ്വെയർ ഇതിൻ്റെ പിന്നിൽ റൺ ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഓൾട്ടിറ്റ്യൂഡും പ്രിസിഷനും അതിൻ്റെ ബാക്കി ഡേറ്റ കളക്ഷനും ഇതെല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രോഗ്രാമിംഗ് ആണ് ഈ അൺമാൻഡ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സിസ്റ്റം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ. അത് വലിയൊരു വളരെയധികം ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന ഒരു ഡൊമൈനാണ്. അപ്പോൾ അതും ഒരു സ്പെഷ്യലൈസേഷനായിട്ട് ഒരു PG ഡിപ്ലോമയായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ നിങ്ങൾക്കൊരു താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ December 30 30th ഡിസംബറിനുള്ളിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഇവരുടെ സെലക്ഷൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ. നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാളാണ്, ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന ലിങ്ക് വിസിറ്റ് ചെയ്ത് ക്വാളിഫിക്കേഷൻ എൻഷുർ ചെയ്യുക. ഇതൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ ബേസ് ചെയ്ത് ആയിരിക്കും സെലക്ഷൻ നടക്കുക. അപ്പോൾ ഈ ടെസ്റ്റ് നടക്കുന്നത് January 11th and 12th, January 11th and 12th ആയിരിക്കും ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ടെസ്റ്റ്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക. അപ്പോൾ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CDACൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡൊമൈനിൽ ഒരു PG ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങളുടെ കരിയറിനെ അടുത്ത ലെവലിലേക്ക് ഉയർത്താനായിട്ടും സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിലിരുത്തി ചിന്തിക്കുക. താല്പര്യമുണ്ട് എങ്കിൽ സമയമൊട്ടും കളയാതെ December 30th അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇത്തരത്തിലുള്ള പുതിയ കോഴ്സുകളെക്കുറിച്ച് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്, തൊഴിലവസരങ്ങളെക്കുറിച്ച്, കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. അത് ദിവസവും 2 അതിലധികമോ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.